അന്ത് മൊത്തം കയ്യില് കിട്ടിയല്ല. തന്തൂരി മയോനൈസിന് പുഴുങ്ങിയ മുട്ട, പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി. പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുക്കും. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് നേരം അടിച്ചിട്ട് നോക്കണം. ഈ പുഴുങ്ങിയ മുട്ടയാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്താൽ മതി. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അതൊരു ഇച്ചിരി ചേർത്താൽ മതി. നന്നായിട്ട് അടിക്കണം. തന്തൂരി മയോനൈസിന് ഇത് പാൻ അടുപ്പിൽ വെച്ചൊരു ശകലം സൺഫ്ലവർ ഓയിൽ, എന്നിട്ട് നമ്മുടെ ഗരം മസാല. ഈ എണ്ണ ചൂടായ മാത്രം മതി. എന്നിട്ട് തീരെ നോക്കിയില്ല. എന്നിട്ട് ഒരു തുള്ളി മുളക് പൊടി, പേരിന് വേണ്ടിയിട്ട്, ആ കളർ ഇട്ടാൻ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ തുള്ളി മഞ്ഞപ്പൊടി. യൂട്യൂബിൽ തന്തൂരി മയോനൈസ് എന്ന് അടിച്ച് നോക്കിയാൽ മതി. ഞാൻ മുമ്പേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ പെരുംജീരകമാണ് വേണ്ടത്. പെരുംജീരകം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സാധാ ജീരകം വെച്ചാൽ മതി. ഇതിന്റെ ചൂട് മാറുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ പുഴുങ്ങി മുട്ടിട്ടുണ്ട്. ഇത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആക്കി കൊടുത്താൽ മതി. നമ്മുടെ തന്തൂരി മയോനൈസ് റെഡിയാവും. ഓക്കെ. ഇതിനകത്ത് ഒരു ശകലം കുരുമുളക് പൊടി, ജസ്റ്റ് സ്പൈസിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. നേരത്തെ പൊടികളൊക്കെ മുക്കിച്ചത് അതൊക്കെ ഇതിൽ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. നല്ല കട്ടിയുണ്ടല്ലേ നമ്മൾ. പക്ഷേ പച്ച മുട്ടയിട്ടാണ് അടിക്കുന്നത്. കട്ടി നോർമൽ മയോനൈസ്. അതിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുട്ട വെച്ച് പച്ചമുട്ട 1 പച്ചമുട്ട 2. എന്നിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി, സൺഫ്ലവർ ഓയില്. കണ്ടാ ഞാൻ വറുത്തതാണ് ശരിയായത്. ചോള അത് പൊങ്ങി വന്നോട്ടോ. എന്നിട്ട് ഇച്ചിരി വിനാഗിരി മതിയോ? പിന്നെ വേണം ചേർത്ത് കൊടുക്കാം. ഇല്ല, അത് കുബൂസ്. എന്റെ ബിരിയാണി ബിരിയാണിയാണോ? വലിയ ചെറിയ അതാണ് നല്ലത്. ചെറിയുള്ളി, വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മസാല എല്ലാം തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിലോട്ട് ചിക്കൻ കറി വെക്കാം. നാളെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഗൈസ്. അത് നമ്മുടെ വെള്ള മയോനൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അമ്മ അതാ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ബിരിയാണി കഴിക്കാം. നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് വരാം. ഇത് പക്ഷേ തീരെ ചെറിയ അരി അല്ല കേട്ടാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരെണ്ണത്തി ഇടട്ടെ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ. ഇത് ഇവിടുത്തെ പട്ടിക്ക് കൊണ്ടുവന്നതാണ്. പട്ടിക്ക് റേഷൻ ഇല്ല. എന്നിട്ട് നമ്മളാണ് കഴിക്കുന്നത്. പട്ടിക്ക് കൊണ്ടുവന്നേ നീ അച്ഛമ്മ പറയുന്നത്. അങ്ങനെ ശരിയാവും. നമുക്ക് വേണ്ടേ? പിന്നല്ലാതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇത് കഴിക്കാം. ഇനിയിപ്പൊ ഇച്ചിരി എടാ കുഞ്ഞ, നിനക്കിപ്പോ ബിരാമി വരും. മണം പിടിക്കുന്നു. പച്ചമുളക്, തക്കാളി, ഇതെന്തായിരുന്നു, കുക്കുംബർ, മല്ലിയില, മുട്ടക്കോസ്, ഉള്ളി, ക്യാരറ്റ്. നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഷവർമ നമ്മൾ നേരത്തെ തന്നെ ചെയ്യുന്നത്. ആ ചിക്കൻ ഫ്രൈ ചെയ്ത് പന്ത് കിട്ടി നമുക്ക് ഇനി ഫ്രൈ ചെയ്യാം. പന്ത് കിട്ടി. കുഞ്ഞുമുളക് കൂടി ഇടുവാണ്. ചിക്കനൊക്കെ വെജിറ്റബിൾസ് ഇരിക്കില്ല. മതിയാവും. മൈനസ് ഉപ്പ് ഉണ്ടല്ലോ. കുറച്ചുപ്പിട്ടത്
എസ്ക്യൂസ് ഓഫ് ലെമൺ. നമ്മൾ ഇതിനകത്ത് ലെമൺ ഒഴിക്കുകയാണ്. വിനെഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മളിൽ ഫ്രഷ് ലെമൺ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി ലെമൺ ജ്യൂസ് ഉപയോഗിക്കുന്നു. എന്റെ ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മൾ ഷവർമ ഉണ്ടാക്കുന്നു. അപ്പൊ ഇന്ന് ബിരിയാണി, വട, ഷവർമ എല്ലാം കൂടെ മിക്സ് ആണ്. സിപ്പപ്പ് ഇനി നമ്മൾ ഫില്ല് ചെയ്യാം. നമ്മളെ കുബൂസ് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാണിക്കാൻ മറന്നു അല്ലേ? എന്താ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുബൂസ്. എങ്ങനെയുണ്ട് മുത്ത്? അടിപൊളി ടേസ്റ്റ്. എന്താണത്? ഷർമ. എന്താ? ഷർമ തോരിക്കുന്നില്ല. ഇനി നമ്മൾ തന്തൂരി മൈനസ് എടുക്കാം. കൊല്ലാമോ? എന്താണ് മൈനൈസ്? നമ്മുടെ നല്ല തിക്കായിട്ടുള്ള തന്തൂരി മൈനൈസ്. പൊളി സാധനം. ഉടുപ്പിലാക്കല്ലേ മുത്തു? മീൻ ചൂടറിയോ? നമുക്ക് കുബൂസിലോട്ട് പേസ്റ്റ് ചെയ്യണം. മൈനസ് തന്നെ മൈനസ് അങ്ങനെ തിന്നോ. മൈനസ് ഹോം മെയ്ഡ് ആയിട്ട് കുഴപ്പമില്ല. പക്ഷേ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നെങ്കിൽ ടൊമാറ്റോ സോസ് നമ്മളില്ല. നമ്മൾ ഫില്ലിങ്സ് വെച്ചു. ഇത് നമ്മൾ പ്ലേറ്റ് ഷവർമയാണല്ലേ. നമ്മൾ കടയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പാട് ശേഷം അതായത് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം 7 മണിയായി. എണ്ണ ഒഴിച്ചാൽ ഓക്കെ. നമ്മൾ മൊത്തം വെച്ച് കാണിച്ചു തരാം. ചായ കുടിക്കാൻ വെക്കാം. നമുക്ക് ചായ ഷവർമ കഴിക്കാം. ഓക്കെ, നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിന്നിട്ട് അഭിപ്രായം പറയാം. അതെ ഫോട്ടോ കുറച്ച് ഇങ്ങനെ പിച്ചാം. ഈ വെള്ളം മൈനൈസിൽ നിൽക്കണം, തന്തൂരി മൈനൈസിൽ നിൽക്കണം. അടിപൊളി സൂപ്പർ. ഷവർമ കറിയായി അത്തച്ചങ്ങ പരിപ്പുട വളരെ പോകണ്ട കേട്ടോ.